എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നാം നന്ദിയുള്ളവനായിരിക്കണം. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നാം പ്രകൃതിയോട് നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരവിശ്വാസികൾക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് പ്രകൃതിയോടും നന്ദി കാട്ടേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മളിൽ പലരും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഭദ്രമായി മാറ്റിവെച്ചിട്ട് അത് അനുഭവിക്കാതെ വിരളി പിടിച്ച് അടുത്ത അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇത്തരം പ്രാർത്ഥനകൾ സ്വാഭാവികമായും നിലവിളിയായി മാറുന്നു. പ്രാർത്ഥന സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ സന്തോഷം അറിയിച്ച് സംതൃപ്തിയോടെ വേണം പ്രാർത്ഥിക്കുവാൻ. അതോടൊപ്പം ശുദ്ധമായ മനസ്സോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. എന്നാൽ നമ്മൾ പലരും വളരെ വിരളി പിടിച്ച് ധൃതി പിടിച്ച് തട്ടിപ്പറിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഭൂരിപക്ഷത്തിലധികം പേരും ഉപയോഗിക്കുന്നത്. പ്രാർത്ഥന എന്നാൽ ശുദ്ധമായ ചിന്താഗതി കൈവരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പ്രശസ്ത തത്വചിന്തകൻ ഡേവിഡ് ലെക്സിങ്ടൺ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയോടുള്ള ശൈലിയും മാറേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നാം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ യാതൊരുവിധ ന്യൂനതകളും വരാൻ പാടില്ല. എന്നെ നീ പരാജയത്തിൽ നിന്നും രക്ഷിക്കണേ, ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം തരണേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ എന്നെ മത്സരത്തിൽ വിജയിപ്പിക്കണേ, നീ എനിക്ക് ആശ്വാസകരമായ ജീവിതം തരണേ എന്ന് വേണം പ്രാർത്ഥിക്കുവാൻ. പലരും നീ എന്നെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ന്യൂനതയുടെ വാക്ക് ഉപബോധ മനസ്സിൽ ക്യാപ്പ് ചെയ്ത് ഇല്ലാത്ത ന്യൂനതകൾ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് സന്തോഷത്തിൽ വേണം നമ്മുടെ പ്രാർത്ഥന. ഇത് തന്നെയാണല്ലോ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സമർത്ഥിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ, എത്ര കിട്ടിയിട്ടും മതിവരാത്തവൻ നിർഭാഗ്യവാൻ. അപ്പോൾ നമുക്ക് ലഭിച്ചതിൽ നന്ദി ദൈവത്തോട് അറിയിച്ചിട്ട് വേണം വളരെ സന്തോഷത്തോടെ നമ്മൾ അടുത്ത നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നന്ദി.